ആത്മീയ വിശുദ്ധിയുടെയും ക്ഷമയുടെയും സന്ദേശവുമായി വിശ്വാസികൾക്ക് പുണ്യങ്ങളുടെ പൂക്കാലവുമായി റംളാൻ വ്രതാനുഷ്ഠാനത്തിന് തുടക്കമായി. ഇനി ഒരു മാസക്കാലം വിശ്വാസികൾക്ക് പ്രാർത്ഥനയുടെയും സമർപ്പണത്തിന്റെയും നാളുകൾ. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഇഫ്താർ വിരുന്നുകൾ മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും വേദികളായി മാറും. വിശ്വാസി മനസ്സുകളിൽ പുണ്യങ്ങളുടെ പൂക്കാലം ഒരുക്കി റമദാൻ വ്രതാനുഷ്ഠാനത്തിന് തുടക്കമായി. മാസപ്പിറവി ദൃശ്യമാകാത്തതിനെ തുടർന്ന് 30 ദിവസങ്ങളും പൂർത്തിയാക്കി ഫെബ്രുവരി 19-നാണ് കേരളത്തിൽ നോമ്പ് ആരംഭിച്ചത്. ഇനി ഒരു മാസക്കാലം വിശ്വാസികൾക്ക് പ്രാർത്ഥനയുടെയും ക്ഷമയുടെയും ആത്മസംസ്കാരത്തിന്റെയും നാളുകളാണ്. പകൽ മുഴുവൻ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ച് വിശപ്പിന്റെ കഠിന രുചിയെറിഞ്ഞും തനിക്കുള്ളതിൽ നിന്ന് ഒരു പങ്ക് അർഹതപ്പെട്ടവർക്ക് നൽകിയും വിശ്വാസികൾ ആത്മീയമായി സ്വയം പാകപ്പെടുത്തുകയാണ് വ്രതത്തിന്റെ ലക്ഷ്യം. വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് അത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഖുർആൻ ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഇറക്കിയതാണ്. ആ ഗ്രന്ഥം ഇറക്കിയതിൽ നന്ദി സൂചകമായിട്ടാണ് ലോക മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്നത്. നോമ്പ് എന്ന് പറയുന്നത് ലഅല്ലക്കും തത്തക്കുൻ, വിശ്വാസികൾ അവരുടെ ജീവിതത്തെ സംസ്കരിക്കുവാൻ വേണ്ടി, ശുദ്ധീകരിക്കുവാൻ വേണ്ടി, മനസ്സിൻ്റെ ശുദ്ധീകരണം, ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം സാധ്യമാക്കുക എന്നതാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്രതം വിശ്വാസികളിൽ നിർബന്ധമാക്കിയത് സൂക്ഷ്മതയുള്ള ജീവിതം മനുഷ്യൻ നയിക്കുവാൻ വേണ്ടിയാണെന്നും ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉദരത്തിൽ നോമ്പുള്ള പോലെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും നോമ്പുണ്ടായിരിക്കണമെന്ന് തങ്ങൾ നഗർ മുഹമ്മദ് പള്ളി ചീഫ് ഇമാം മൗലവി അൻസാർ മന്നാനി റമദാൻ സന്ദേശത്തിൽ പറഞ്ഞു. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാൻ മാസം നമ്മളിലേക്ക് സമാഗതമായിരിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആത്മസംസ്കരണത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പാവമോചനത്തിൻ്റെയും മാസമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളിയ മാസമാണ്. ഈ മാസത്തിലെ ഏറ്റവും വലിയ സവിശേഷത റമദാൻ വ്രതമാണ്. ആ വ്രതത്തെ അല്ലാഹു ഈ ഉമ്മത്തിൻ്റെ മേൽ നിർബന്ധമാക്കിയത് സൂക്ഷ്മതയുള്ള ജീവിതം മനുഷ്യൻ നയിക്കുവാൻ വേണ്ടിയിട്ടാണ്. സൂക്ഷ്മതയുള്ള ജീവിതമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ വിശ്വാസികൾ സന്നദ്ധനാവണം എന്നുള്ളതാണ്. അതുകൊണ്ടൊരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉദരത്തിന് നോമ്പുള്ളതുപോലെ അവൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ടായിരിക്കണം എന്നുള്ളതാണ്. റമദാൻ കാലത്ത് ഭരണത്തലവന്മാരും ജനപ്രതിനിധികളും സാമൂഹ്യ സംഘടനകളും ഒരുക്കുന്ന ഇഫ്താർ വിരുന്നുകൾ മതസൗഹാർദ്ദത്തിന്റെയും മനുഷ്യ സാഹോദര്യത്തിന്റെയും മനോഹരമായ കാഴ്ചകളായി മാറുന്നു. മനുഷ്യനെ നന്നാക്കുക എന്നതാണ് ഉദ്ദേശം. തീർച്ചയായിട്ടും മനുഷ്യൻ നന്നാവുമ്പോൾ അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ല സൃഷ്ടിയായ മനുഷ്യൻ നന്നായി തീർന്നാൽ ലോകത്തുള്ള എല്ലാം നന്നായിരിക്കുന്നത് തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,